ഹലോ ഗൈസ്, അസ്സാം വലൈക്കും. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും നമ്മളെക്കുറിച്ച് അറിയാം. അങ്ങനെ വലിയൊരു ചാനലൊന്നുമല്ല, എന്നാലും ഇപ്പോൾ ഏകദേശം 50K ഒക്കെ കഴിഞ്ഞ് നിൽക്കുവാണ്. ഒരുപാട് കണ്ടൻറ്റുകളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഞങ്ങളുടെ ഒരു ചാനലാണിത്. നമ്മുടെ വിശേഷങ്ങളായാലും കാലിഗ്രഫി ആയാലും അങ്ങനെയൊക്കെ തുടങ്ങി കുറച്ച് ഫുഡ് ഐറ്റംസിൻ്റെ ഒക്കെ ആയിക്കഴിഞ്ഞാലും അങ്ങനെ എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടേത്. എന്നാലും ഇത്രയും വരെ എത്തിയതിൽ ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളോടാണ് ആ നന്ദി പറയാനുള്ളത്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം. അപ്പോൾ ഞാനിപ്പോൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 2-3 ആളുകൾ ഇപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്യണതൊക്കെ ഏത് ക്യാമറയിലാണെന്നൊക്കെ. പിന്നെ സാധാ ഒരു ഫോണിൽ ക്യാമറയിലാണത് ഷൂട്ട് ചെയ്യണത്. വിവോ Y30 അതാണ് എൻ്റെ മൊബൈൽ. ഏകദേശം ഇപ്പോൾ ഒരു 2-3 വർഷമായി നമ്മളിപ്പോൾ അത് മൊബൈൽ എടുത്തിട്ട് അതിൻ്റെ ക്യാമറയിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പിന്നെ എഡിറ്റ് ചെയ്യണ കാര്യം ചോദിച്ചായിരുന്നു. എഡിറ്റ് ചെയ്യാനായിട്ട് എനിക്കിതേപ്പറ്റിയൊന്നും വലിയ ധാരണ ഉള്ള ഒരാളല്ല. ഞാൻ യൂട്യൂബിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ എടുത്തത്. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യണത് ഇൻഷോട്ടിലാണ്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നുന്നത് ഇൻഷോട്ടാണ്. അപ്പോൾ നമ്മൾ വോയിസ് ഓവർ കൊടുക്കാനായാലും പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇമേജസ് ആഡ് ചെയ്യാനായാലും എന്താണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ പുറമേ നിന്നൊരു പാട്ട് ഇട്ടിട്ട് നമുക്കൊരു വീഡിയോ സെറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും ഞാനത് ഇൻഷോട്ടിലാണ് ചെയ്യണത്. കാരണം അതാണ് നമ്മൾ ഉപയോഗിച്ച് നമുക്ക് അതാണ് ഏറ്റവും സിമ്പിളായിട്ട് തോന്നുന്നത്. അല്ലാതെ ഞാൻ വേറെ കൂടുതലായിട്ടൊന്നും കൈൻ മാസ്റ്റർ ഞാൻ ഉപയോഗിച്ചിരുന്നെങ്കിലും എനിക്ക് അതിൻ്റെ ഒരു വശങ്ങളെപ്പറ്റി വലിയ ധാരണ ഇല്ലാത്തത് കൊണ്ട് ഞാനത് മാറ്റിയതാണ്. ഇൻഷോട്ടാകുമ്പോൾ പിന്നെ നേരിട്ടൊരു ഇതായതുകൊണ്ട് നമുക്കത് സിമ്പിളായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ ഷൂട്ട് ഈ ക്യാമറയിൽ തന്നെ, സാധാ ക്യാമറയാണത്. അപ്പോൾ ആ ക്യാമറയിൽ തന്നെയാണ് നമ്മൾ ഷൂട്ട് ചെയ്യണത്. പിന്നെ ഞാൻ ട്രൈപോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണ് ഞാൻ സാധാ വീട്ടിലൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ല ഷോർട്സൊക്കെ ആയാലും കാലിഗ്രഫിയുടെ ഒക്കെ ടൈമിൽ നമ്മൾ ഷോർട്സൊക്കെ റെക്കോർഡ് എടുക്കണതൊക്കെ നമ്മൾ ട്രൈപോഡ് വെച്ചിട്ടാണ്. പക്ഷേ ഇതിപ്പോൾ ഞാൻ ഓഫീസിലാണ്. അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കണം. പക്ഷെ നമുക്കിങ്ങനെ സമയപരിധി വളരെ കുറവായതുകൊണ്ട് നമുക്കതിങ്ങനെ എടുക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് നമ്മൾ എടുക്കണതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ കുഞ്ഞനുഭവത്തിൽ നിന്ന് ഞാൻ പറയണതാണ് കേട്ടോ. ഒരുപാട് അറിവുകളൊന്നുമില്ല. എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് തിരുത്തി തരാം. അപ്പോൾ ഞാൻ വ്യൂസിൻ്റെ കാര്യം പറയില്ലേ, ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് വളരെയധികം വ്യൂസ് കുറവാണ്. ഇപ്പോൾ നമ്മൾ ഷോർട്സ് ആയാലും ലോങ് വീഡിയോസൊക്കെ ആയിക്കഴിഞ്ഞാലും വ്യൂസ് വളരെ കുറവാണെന്നൊക്കെ എനിക്ക് കുറവാണ്. അങ്ങനെ കുറേ ആളുകൾ എന്നോട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണതെന്നുള്ളത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് എനിക്കത് പറയാനൊന്നുമില്ല, എന്താണെന്ന് അറിയില്ല. ചില സമയത്ത് നമ്മൾ ഇടണ സമയം അതാണ്. ഇപ്പോൾ വലിയ വീഡിയോ ആണെങ്കിലും ചെറിയ വീഡിയോ ആണെന്നുണ്ടെങ്കിലും നമ്മൾ യൂട്യൂബിൽ അത് അപ്ലോഡ് ചെയ്യുന്ന സമയം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്നുള്ളത് തുടക്കം മുതലേ എനിക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളൊരു ഷോർട്സ് അപ്ലോഡ് ചെയ്തു. അപ്പോൾ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, കുറേ സമയത്തിനൊന്നും അതിന് വ്യൂസ് വരില്ല. കുറച്ചൊക്കെ വ്യൂസ് ചിലപ്പോൾ ഒരു 200 അല്ലെങ്കിൽ 300 അല്ലെങ്കിൽ 500 വ്യൂസിലൊക്കെ താഴെയായിരിക്കും നമുക്ക് വരാം. അത് കഴിഞ്ഞൊരു കുറേ ടൈം, ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് നമുക്കൊരു 1Kയിൽ കൂടുതലൊക്കെ അല്ലെങ്കിൽ 2Kയിൽ കൂടുതലൊക്കെ നമുക്കത് വ്യൂസ് കിട്ടും. എൻ്റെ ഒരു അനുഭവമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമ്മളപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇട്ട് ആ ടൈം തന്നെ നമ്മൾക്ക് ഒരുപാട് വ്യൂസ് കിട്ടും എന്നുള്ളത് ഒരാളും വിചാരിക്കേണ്ട. നമുക്കങ്ങനെ കിട്ടില്ല. പിന്നെ നമ്മൾ ഇടുന്ന ടൈം അനുസരിച്ചാണ് നമുക്ക് വ്യൂസ് കിട്ടണത്. അപ്പോൾ കുറച്ച് സമയം നമ്മൾ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഒരു കുറച്ച് സമയം നമ്മൾ നോക്കുക. അത് കഴിയുമ്പോൾ എന്തായാലും ഈ വ്യൂസ് നമുക്ക് കൂടി വരും. പിന്നെ വ്യൂസ് കുറവ് വരുന്ന ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും നമ്മൾ ഡിലീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ചെയ്യണ കാര്യമായിരുന്നു. പക്ഷെ നമ്മളതൊരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ചാനലിന് അതൊരു ബ്ലാക്ക് മാർക്ക് എന്നല്ല പറയേണ്ടത്. നമ്മുടെ ചാനലിൻ്റെ അതിൻ്റെ ഒരു റേറ്റിങ്ങിനൊരു കുറവ് വരും. നമ്മൾ വ്യൂസ് കുറവാണെന്ന് പറഞ്ഞിട്ട് ഒരു കാരണവശാലും നമ്മളെ വീഡിയോസ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ പാടില്ല. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാലും എന്തായാലും നമ്മളെ വ്യൂസ് വരും. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യും. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ഐഫോണിൽ അല്ലെങ്കിൽ DSLR ക്യാമറയിലൊക്കെ നമ്മൾ ഷൂട്ട് അങ്ങനത്തെ ഒന്നും തെറ്റിദ്ധാരണ ഒന്നും ആയിരിക്കും വേണ്ട. നമ്മൾ സാധാരണ ജനങ്ങളാണ്. അപ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ അത്ര ഭംഗിയാക്കിയിട്ട് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക.
അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ടെൻഷനാണ് നമ്മൾ വീഡിയോൻ്റെ ക്ലാരിറ്റിയിലെ ഒരു കാര്യത്തിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോസിനൊക്കെ ക്ലാരിറ്റി കുറവാണ്, കാരണം ഈ ക്യാമറയ്ക്ക് ക്ലാരിറ്റി കുറച്ചിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അതൊന്നും ടെൻഷൻ അടിക്കേണ്ട. നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് എന്തായിക്കോട്ടെ നമ്മുടെ പ്രേക്ഷകർക്ക്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഇഷ്ടമാവണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർ സപ്പോർട്ട് ചെയ്യും. അപ്പം അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു ദിവസം നമ്മൾ ഒരു ഷോർട്സ് അല്ല 2 ഷോർട്സ് അല്ല അങ്ങനെയല്ല ഇടേണ്ടത്. നമ്മൾ പരമാവധി ഒരു 3, 4, 5 ഷോർട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വ്യത്യസ്ത സമയങ്ങളിൽ ഇടുമ്പോൾ ഏത് സമയത്താണോ നമുക്ക് നല്ല വ്യൂസ് കിട്ടണമെന്ന് നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. ഇട്ട് കഴിയുമ്പോൾ 4 മണിക്കിട്ട 4 മണിക്കിട്ട ഷോർട്സിനാണ് എനിക്ക് വ്യൂസ് കൂടുതൽ. അപ്പോൾ നമ്മൾ എന്ത് വേണം, പിറ്റേ ദിവസം ആ 4 മണിയാകുമ്പോൾ നമ്മൾ വീണ്ടും ഇടാം. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ നമ്മുടെ ഓഡിയൻസ് കൂടുതൽ സമയം യൂട്യൂബിൽ ഉണ്ടാവണത് ആ സമയത്താണെന്ന് നമുക്ക് മനസ്സിലാകും. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, തുടർന്നും ആ സമയങ്ങളിൽ നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ എൻ്റെ അനുഭവങ്ങളാണ്. ഞാൻ അങ്ങനെ നോക്കിയിട്ട്, ഞാൻ ടൈം നോക്കിയിട്ട് മുന്നൊക്കെ എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും വീഡിയോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും, ടൈമൊന്നും നോക്കൂലായിരുന്നു. പിന്നെയാണ് എനിക്ക് അങ്ങനെ ഒരു കാര്യം മനസ്സിലായത്. അപ്പോൾ ഇപ്പോൾ ഞാൻ വീഡിയോ, ലോങ് വീഡിയോ ആയാലും ഷോർട്സ് വീഡിയോ ആയാലും ആ ഒരു ടൈമിന് നോക്കി പരമാവധി ഇടാൻ ശ്രമിക്കാറുണ്ട്. അപ്പം നിങ്ങളും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കുകയേ വേണ്ട. നമ്മൾ എന്താണോ കഴിവ് നമുക്കുള്ളത് ആ കഴിവ് വെച്ചിട്ട് നിങ്ങൾ ഷോർട്സ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ പണ്ട് പഠിക്കുന്ന സമയം മുതലേ എല്ലാവരും പറയുമായിരുന്നു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് വളരെയധികം മനോഹരമാണെന്നുള്ളത്. അപ്പോൾ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. ഇന്നും നമുക്ക് അത് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ അതിൽ നിന്നുള്ളൊരു ഇതാണ് ഞാനിപ്പോൾ കാലിഗ്രഫി എഴുതാൻ തുടങ്ങിയേക്കണത്, ഇംഗ്ലീഷ്. അപ്പോൾ അതൊരുപാട് ആളുകൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുഞ്ഞു കുഞ്ഞു കഴിവുകളുണ്ടാവും. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അഭിനയിക്കാനാണെങ്കിൽ അങ്ങനെ. അപ്പം നമ്മുടെ കഴിവ് എന്താണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മളത് ചെയ്യാം. നമ്മൾ തുടക്കത്തിലെ തന്നെ നമ്മൾക്ക് ഒരുപാട് വിജയം കിട്ടണമെന്നില്ല. നമ്മളത് പയ്യെ പോകുമ്പോഴേ നമുക്കതിൻ്റെ ഒരു വിജയം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ പുതിയ യൂട്യൂബേഴ്സ് നിങ്ങളത് വ്യൂസ് കുറവാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് എന്നുള്ളൊരു വിചാരത്തിൽ നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾക്കൊരു വിജയം എന്തായാലും കിട്ടും. നമുക്ക് എന്താണോ കഴിവ് നമ്മൾ ആ കഴിവിനെ പുറത്തെടുത്ത് ചെയ്യാം. ആദ്യം ഒക്കെ നമുക്ക് അധികം വിഷമം തരുന്ന കാര്യങ്ങളായിരിക്കും. വ്യൂസ് ഉണ്ടാവില്ല, സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവില്ല. പക്ഷെ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കരുത്. കാരണം പോകെ നമുക്കിതെല്ലാം കൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവർക്കും മോണിറ്റൈസേഷൻ ആകാൻ സാധിക്കും. അപ്പോൾ മോണിറ്റൈസേഷൻ ആകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയൊരു സന്തോഷമാണല്ലേ, നമ്മളെ യൂട്യൂബിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുകയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എല്ലാവർക്കും അതിന് സാധിക്കട്ടെ. അപ്പോൾ ഇപ്പോഴും എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ ഫോണിലെ സാധാ ക്യാമറയിലാണ് വീഡിയോസൊക്കെ റെക്കോർഡ് ചെയ്യണതും ഷൂട്ട് ചെയ്യണതും. അതുപോലെ തന്നെ ഇൻഷോട്ട് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ ഇട്ടിട്ടാണ് ഇത് എഡിറ്റ് ചെയ്യണതും. അല്ലാതെ വേറെ ഒരുപാട് വില കൂടിയ ഫോണിലോ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക വലിയ പൈസ കൊടുത്തിട്ടൊക്കെ മേടിക്കുന്ന ആപ്ലിക്കേഷൻസ് ഒന്നും ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഞാൻ ഇതുകൊണ്ടാണ് ഈ 50,000K വരെ എത്തി നിന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള എനിക്ക് പറയാനായിട്ട്. നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.